നമസ്കാരം. ഫിഫ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ കരുത്തരായ അർജന്റീനയും ഈജിപ്തും തമ്മിൽ നടന്ന പോരാട്ടം വലിയ വിവാദത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. മത്സരത്തിന്റെ 78-ാം മിനിറ്റ് വരെ എതിരില്ലാത്ത 2 ഗോളുകൾക്ക് മുന്നിലായിരുന്ന ഈജിപ്തിനെ അവിശ്വസനീയമായ രീതിയിൽ തിരിച്ചടിച്ച് 3-2 അർജന്റീന തോൽപ്പിച്ചിരുന്നു. എന്നാൽ അർജന്റീനയുടെ ഈ വിജയത്തിന് പിന്നിൽ റഫറിയുടെയും വീഡിയോ അസിസ്റ്റന്റ് റഫറിയുടെയും ഇരട്ടത്താപ്പും തെറ്റായ തീരുമാനങ്ങളെന്നാണ് ഫുട്ബോൾ നിരീക്ഷകരും ഈജിപ്ത് ആരാധകരും ആരോപിക്കുന്നത്. റഫറിമാർ അർജന്റീനയ്ക്ക് അനുകൂലമായി കള്ളക്കളി കളിച്ചുവെന്ന് മത്സരശേഷം ഈജിപ്ത് കോച്ച് ഹൊസാം ഹസൻ വാർത്താ സമ്മേളനത്തിൽ കടുത്ത ഭാഷയിൽ തുറന്നടിച്ചു. കളി കൈവിട്ടുപോയ ഈജിപ്തിനെ തകർത്ത 2 പ്രധാന തീരുമാനങ്ങൾ ഇവയാണ്. ഒന്ന്, ഈജിപ്തിന്റെ ഗോൾ റദ്ദാക്കിയതാണ്. ഈജിപ്ത് 1-0 മുന്നിട്ട് നിൽക്കുന്ന സമയത്ത് മുസ്തഫ സീക്കോ ടീമിന്റെ 2ാം ഗോൾ നേടി. എന്നാൽ അർജന്റീന കളിക്കാർ പരാതിപ്പെട്ടതോടെ റഫറി ഫ്രാൻസ്വാ ലെറ്റക്സിയർ വാർ ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഗോൾ അടിക്കുന്നതിന് ഏകദേശം 10 സെക്കൻഡ് മുൻപ് ഈജിപ്തിന്റെ സ്വന്തം ഗോൾ പോസ്റ്റിനടുത്ത് വെച്ച് മവാൻ അഥിയ അർജന്റീനയുടെ ലിസാൻഡ്രോ മാർട്ടിനസിനെ ഫൗൾ ചെയ്തു എന്ന് കാണിച്ച് റഫറി ആ ഗോൾ റദ്ദാക്കി. ഏകദേശം 100 വാര അകലെ നടന്നൊരു ചെറിയ ഫൗളിന്റെ പേരിൽ മനോഹരമായ ഗോൾ റദ്ദാക്കിയത് അന്യായമാണെന്ന് വലിയ വിമർശനമുയർന്നു. തൊട്ടടുത്ത മിനിറ്റുകളിൽ ഈജിപ്ത് വീണ്ടും ഗോൾ അടിച്ച് 2-0 മുന്നിലെത്തിയെങ്കിലും ആദ്യ ഗോൾ അനുവദിച്ചിരുന്നെങ്കിൽ അവർ 3-0 മുന്നിലാകുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അർജന്റീനയ്ക്ക് തിരിച്ചുവരവ് അസാധ്യമാകുമായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട തെറ്റായി ചൂണ്ടിക്കാണിക്കുന്നത് മുഹമ്മദ് സലായ്ക്ക് പെനാൽറ്റി നിഷേധിച്ചതാണ്. മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ ഈജിപ്ത് താരം മുഹമ്മദ് സലായെ അർജന്റീന ബോക്സിനുള്ളിൽ വെച്ച് ജൂലിയൻ അൽവാരസ് ഫൗൾ ചെയ്തു. സലായുടെ ജേഴ്സി വലിച്ചു പിടിക്കുകയും കാലിൽ ചവിട്ടുകയും ചെയ്തത് ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. എന്നാൽ റഫറി പെനാൽറ്റി വിളിച്ചതുമില്ല, വാർ റഫറിമാർ ഇതിൽ ഇടപെട്ടതുമില്ല. ഈജിപ്ത് ഗോൾ അടിച്ചപ്പോൾ 100 വാര പിന്നോട്ട് പോയി ചെറിയ ഫൗൾ പോലും കണ്ടുപിടിച്ച റഫറിമാർ അർജന്റീന ബോക്സിനുള്ളിൽ സലായ്ക്ക് നേരെ നടന്ന വ്യക്തമായ ഫൗൾ കണ്ടില്ലെന്നടിച്ചതാണ് ഇരട്ടത്താപ്പായി മാറിയത്. സലായ്ക്ക് പെനാൽറ്റി നിഷേധിച്ചതിന് തൊട്ടു പിന്നാലെയുള്ള നീക്കത്തിലാണ് അർജന്റീന തങ്ങളുടെ 3ാമത്തെ ഗോൾ നേടുന്നത്. കൂടാതെ അർജന്റീന താരങ്ങൾ പലതവണ കടുത്ത ഫൗളുകൾ ചെയ്തിട്ടും അവർക്ക് മഞ്ഞക്കാർഡ് നൽകാൻ റഫറി തയ്യാറായില്ലെന്നും ആരോപണമുണ്ട്. ഒടുവിൽ ഇഞ്ചുറി ടൈമിൽ എൻസോ ഫെർണാണ്ടസ് നേടിയ ഗോളിലൂടെ അർജന്റീന കളി ജയിച്ചു. നമുക്ക് ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അർജന്റീനയ്ക്ക് അനുകൂലമായാണ് റഫറിമാർ നിന്നത് എന്ന തരത്തിൽ വലിയ രീതിയിൽ ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ വലിയ വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. എന്നാലും കളിക്കളത്തിൽ റഫറിമാർക്ക് സംഭവിക്കുന്ന വ്യക്തമായ തെറ്റുകൾ പരിശോധിക്കാൻ ഫിഫ 2018 ലോകകപ്പ് മുതൽ ഔദ്യോഗികമായി കൊണ്ടുവന്ന സംവിധാനമാണ് ഈ വീഡിയോ അസിസ്റ്റന്റ് റഫറി. പ്രത്യേക വീഡിയോ ഓപ്പറേഷൻ റൂമിലിരുന്ന് വിദഗ്ധരായ റഫറിമാരുടെ ഒരു സംഘം കളിയിലെ ഓരോ ദൃശ്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. പ്രധാനമായും ഗോൾ നിശ്ചയിക്കൽ, പെനാൽറ്റി തീരുമാനങ്ങൾ, ഡയറക്റ്റ് റെഡ് കാർഡ്, ആളെ മാറി കാർഡ് നൽകൽ, തെറ്റായ കോർണർ കിക്ക് എന്നീ 5 സാഹചര്യങ്ങളാണ് വാർ ഇടപെടുന്നത്. ഫിഫ നിയമപ്രകാരം ഓരോ ഗോൾ വീഴുമ്പോഴും വാർ റൂമിലുള്ളവർ അത് സ്വയം പരിശോധിക്കും. അത് ഓട്ടോമാറ്റിക് ചെക്കിംഗ് ആണ്. ഇതിൽ എന്തെങ്കിലും വ്യക്തമായി തെറ്റ് കണ്ടെത്തിയാൽ മാത്രമേ കളിക്കളത്തിൽ റഫറി അവർ വിവരം അറിയിക്കൂ. തുടർന്ന് റഫറിക്ക് മൈതാനത്തിന് വശത്തുള്ള സ്ക്രീനിൽ ദൃശ്യങ്ങൾ നേരിട്ട് കണ്ട് ഓൺ ഫീൽഡ് റിവ്യൂ അന്തിമ തീരുമാനമെടുക്കാം. ഫുട്ബോളിൽ ക്രിക്കറ്റിലെ പോലെ കളിക്കാർക്ക് റിവ്യൂ ചോദിക്കാനുള്ള അവകാശമില്ല. സിക്കോയുടെ ഗോളിന് പിന്നാലെ അർജന്റീന താരങ്ങൾ ഫൗളിനെ കൈവക്കി കാണിച്ചിരുന്നെങ്കിലും അവരുടെ സമ്മർദ്ദം കൊണ്ടല്ല ഗോൾ റദ്ദാക്കിയത്, മറിച്ച് കൗണ്ടർ അറ്റാക്കിന്റെ തുടക്കത്തിലെ ലിസാൻഡ്രോ മാർട്ടിനസിനെതിരെയുള്ള ഫൗൾ വാർ റൂം കണ്ടെത്തുകയായിരുന്നു. ഒരു ഗോൾ വീണാൽ അതിന്റെ തുടക്കം മുതൽ കൃത്യമാണെന്ന് പരിശോധിക്കണമെന്ന ഫിഫയുടെ കർശനമായ നിയമപ്രകാരമാണ് ഇവിടെ വാർ സ്വയം ഇടപെട്ടത്. എന്തായാലും ഈ സാങ്കേതിക വിദ്യയുടെ വിവേചനപരമായ ഉപയോഗം ഫുട്ബോൾ ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്.